ചില വീടുകൾ എങ്ങനെയിരിക്കുമെന്നാൽ അവിടെ മഹാലക്ഷ്മി അമ്മാവന്മാർ ഒരിക്കലും കാലുകുത്തില്ല. അതെ, ചെറിയ ചെറിയ തെറ്റുകൾ. അവയാണ് ലക്ഷ്മീദേവിയെ വീട്ടിൽ നിന്ന് ദൂരെ ആക്കുന്നത്. അവർ പോയാൽ അവിടെ ബാക്കി വരുന്നത് വേദനകൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യം മാത്രം. ഇന്ന് നമ്മൾ ഏത് കാര്യങ്ങൾ ലക്ഷ്മി അമ്മാവന്മാരെ കോപിപ്പിക്കുമോ? ഒരു സ്ത്രീ ചെയ്യുന്ന കർമ്മങ്ങൾ വീട്ടിൽ സുഖം കൊണ്ടുവരുമോ അതോ ദാരിദ്ര്യം കൊണ്ടുവരുമോ എന്ന് അറിയാം. വളരെ പഴയകാലം സംസാരം. ഒരു ചെറിയ ഗ്രാമം, കുറച്ച് വീടുകൾ മാത്രം, ചുറ്റും വയലുകൾ, ചെളിവഴികൾ, മണ്ണിന്റെ മണം. ഗ്രാമത്തിന്റെ നടുവിൽ സേഡ് രാംദയാൽ വീട്. രാംദയാൽ ഒരു വലിയ ജമീന്ദാർ അല്ല, പക്ഷേ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നേർമയുള്ള മനുഷ്യൻ. ഗ്രാമത്തിൽ എല്ലാവരും ബഹുമാനത്തോടെ സേഡ്ജി എന്ന് വിളിക്കും. ധാന്യത്തിന്റെ ചെറിയ ബിസിനസ്, പക്ഷേ കാലക്രമേണ വളർന്നു. രാവിലെ സൂര്യൻ ഉദിച്ചാൽ ജോലിക്ക് പുറപ്പെടും. വൈകുന്നേരം ക്ഷീണിച്ചു വീട്ടിലെത്തുമ്പോൾ ഭാര്യ സുശീലാബായി വാതിൽക്കൽ ചെറുചിരിയോടെ സ്വാഗതം ചെയ്യും. സുശീലാബായി വളരെ ശാന്തിയും സംയമനവുമുള്ള സ്ത്രീ. മുഖത്ത് എപ്പോഴും സാധാരണത്വം കാണും. നെറ്റിയിൽ ചെറിയ കുങ്കുമം, തലമുടിക്ക് മുകളിൽ സാരിയുടെ തുമ്പ്. വീട് സ്വർണം വെള്ളിയല്ല, ശുചിത്വവും യഥാർത്ഥ മനസ്സും കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ഓരോ രാവിലെയും സൂര്യൻ മുമ്പേ എഴുന്നേറ്റ് മുറ്റം തൂക്കും. തുളസിക്ക് വെള്ളം ഒഴിക്കും, വിളക്ക് കത്തിക്കും. ഇതാണ് അവരുടെ ദൈനംദിന ജീവിതം. സാധാ ഭക്തി, ഭക്തിയിൽ ക്രമം. ഗ്രാമത്തിലെ സ്ത്രീകൾ പറയും, സേഗാനിയുടെ വീട്ടിൽ മഹാലക്ഷ്മി തന്നെ വസിക്കുന്നുവെന്ന്. അവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് അർജുൻ. ഇനിയും 20 വയസ്സുള്ള യുവാവ്, പക്ഷേ സംസ്കാരത്തിൽ വളർന്നവൻ. പകൽ മുഴുവൻ അച്ഛന്റെ ജോലിയിൽ സഹായിക്കും. രാത്രി അമ്മയോടൊപ്പം ഇരുന്ന് അവരുടെ വാക്കുകൾ കേൾക്കും. അമ്മേ, നിങ്ങൾ തുളസിക്കരികിൽ വിളക്ക് കത്തിക്കുമ്പോൾ വീട് ദേവതകൾ വന്നപോലെ തോന്നുമെന്ന് പറയും. സുശീലാബായി ചിരിച്ചു പറയും, മകനെ, ദേവതകൾ ശുചിത്വവും ഭക്തിയും ഉള്ള ഓരോ വീട്ടിലും ഉണ്ട്. ആ മനസ്സ് മാത്രം വേണമെന്ന്. കാലം കടന്നുപോകുന്നു. വീട്ടിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷേ ഒരു ദിവസം സുശീലാബായിക്ക് പനി വന്നു. 2 ദിവസത്തിൽ സുഖമാകുമെന്ന് കരുതി. പക്ഷേ ദിവസം തോറും കൂടി. ആദ്യം ക്ഷീണം, പിന്നീട് ബലഹീനത. കുറച്ചായി അടുക്കളയിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. രാംദയാൽ ഡോക്ടറെ വിളിപ്പിച്ചു. ഔഷധങ്ങൾ കൊടുത്തു, പക്ഷേ പ്രയോജനമില്ല. സുശീലാബായിയുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. ആദ്യം ചിരികളും പൂജയുടെ ശബ്ദങ്ങളും നിറഞ്ഞ വീട് ഇപ്പോൾ നിശബ്ദതയിൽ മുങ്ങി. ശുചിത്വത്തിൽ കുറവ്. പൂജ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ ഇല്ല. വീടിന്റെ പവിത്രത മങ്ങി. ഒരു രാത്രി സേഡ് ഭാര്യയോട് പറഞ്ഞു, സുശീല, ഞാൻ അർജുന്റെ കല്യാണം നടത്തണമെന്ന് ചിന്തിക്കുന്നു. സുശീലാബായി പതുക്കെ പറഞ്ഞു, ഇത്ര വേഗം? ഇനിയും കുട്ടിയല്ലേ? രാംദയാൽ പറഞ്ഞു, ഇനി കുട്ടിയല്ല, വീട് നോക്കുന്ന സമയമായി. നീ ഉള്ളവരെ, മരുമകളെ നിന്റെ കൈകളാൽ കാണണമെന്നുണ്ട്. സുശീലാബായി ചിന്തിച്ചു പറഞ്ഞു, നിനക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്യൂ. അടുത്ത ദിവസം തന്നെ സേഡ് നല്ല സംസ്കാരമുള്ള പെൺകുട്ടിയെ തിരയാൻ തുടങ്ങി. ഗ്രാമത്തിൽ വാർത്ത പരന്നു, സേഡിന്റെ മകൻ അർജുൻ മരുമകൾ തിരയുന്നുവെന്ന്. അയൽ ഗ്രാമങ്ങൾക്കും വാർത്ത എത്തി. അദ്ദേഹത്തിന്റെ പഴയ പരിചയക്കാരൻ ഗോവിന്ദ്ജി പറഞ്ഞു, എന്റെ ബന്ധു വീട്ടിൽ രാധ എന്ന പെൺകുട്ടിയുണ്ട്. സാധാ ജീവിതം, വീട് നോക്കുന്നവൾ, മുതിർന്നവരെ ബഹുമാനിക്കുന്നവൾ. നിങ്ങളുടെ വീടിന് ചേരും. സേഡ് പോയി നോക്കി. വീട് സാധാ, മുറ്റം ശുചി. രാധ ശാന്തമായി സംസ്കാരത്തോടെ വെള്ളം കൊണ്ടുവന്നു. ബന്ധം ഉറപ്പായി. നല്ല മുഹൂർത്തം വന്നു. സാധാരണമെങ്കിലും ആചാരങ്ങളോടെ കല്യാണം നടന്നു. രാധ ഇപ്പോൾ സേഡ് വീട്ടിലെ മരുമകൾ. കല്യാണമായി കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞു. വീട്ടിൽ പുതിയ ഉത്സാഹം. രാധ രാവിലെ നേരത്തെ എഴുന്നേറ്റ് മുറ്റത്ത് വെള്ളം തളിക്കും. തുളസിക്ക് നമസ്കാരം ചെയ്യും. അടുക്കളയിൽ ഭോഗം തയ്യാറാക്കും. സുശീലാബായിയുടെ മുഖത്ത് ശാന്തി. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും രാധയുടെ ശീലങ്ങൾ മാറി. രാവിലെ വൈകി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. മുറ്റം ശുചിത്വം, സമയം മാറി. സൂര്യൻ ഉദിച്ചാലും ഇലകൾ വീണുകിടക്കും. ഒരു രാവിലെ സുശീലാബായി കണ്ടു, ചൂൽ മൂലയിൽ കിടക്കുന്നു. രാധ ഇനിയും എഴുന്നേറ്റില്ല. മുറിയിലേക്ക് പോയി പറഞ്ഞു, മോളെ, സൂര്യൻ മുറ്റത്ത് വന്നു, എഴുന്നേൽക്കൂ. വീടിന്റെ ഉത്സാഹം രാവിലെ ശുചിത്വത്തോടെ തുടങ്ങും. രാധ ഉറക്കച്ചടവിൽ പറഞ്ഞു, അമ്മേ, ഇന്ന് വളരെ ഉറക്കം വരുന്നു, ഇനിയും കുറച്ചു നേരം വിടൂ. സുശീലാബായി പറഞ്ഞു, വൈകി എഴുന്നേറ്റാൽ മനസ്സിൽ മടി വരും. ലക്ഷ്മീദേവി വീടിന്റെ വഴി മറക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാധ ചൂൽ തൂക്കുമ്പോൾ തെറ്റി കാലിന് തട്ടി. സുശീലാബായി പറഞ്ഞു, രാധ, മോളെ, ചൂലിന് കാൽ തൊടരുത്, അത് മഹാലക്ഷ്മിയുടെ രൂപം. രാധ ചിരിച്ചു പറഞ്ഞു, അമ്മേ, ഇത് വെറും ചൂൽ തെറ്റി തട്ടി, ഇതിൽ എന്ത് അപശകുനം? സുശീലാബായി പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ ചെറുതായി എടുത്താൽ വലിയ ആശീർവാദങ്ങൾ ദൂരെ ആകും. ചൂൽ ശുചിത്വത്തിന്റെ ഉപകരണമല്ല, മണ്ണ് നീക്കുന്ന ലക്ഷ്മിയുടെ ആശീർവാദം. മറ്റൊരു സംഭവം. രാധ ഭക്ഷണം കഴിഞ്ഞ് പാത്രങ്ങൾ ഉള്ളി അടുത്ത് വെച്ച് ഉറങ്ങാൻ പോയി. രാവിലെ സുശീലാബായി പറഞ്ഞു, മോളെ, അടുക്കള അന്നപൂർണയുടെ വീട്, അവിടെ മണ്ണ് വെക്കരുത്. രാത്രി മണ്ണിൽ നിന്ന് പ്രതികൂല ശക്തി ഉണ്ടാകും. രാധ പറഞ്ഞു,
അമ്മേ, നിങ്ങൾ എപ്പോഴും ആദി പൂണ്ടിരിക്കും, ഞാൻ ശുചി ആക്കിക്കോളാം, സുശീലാബായി പറഞ്ഞു. വൈകുന്നേരം ജോലി രാവിലേക്ക് മാറ്റുന്നത് ആശീർവാദത്തെ മാറ്റുന്നത് പോലെ. വൈകുന്നേരം സമയം. രാധ ചൂൽ എടുത്ത് മുറ്റം തൂക്കാൻ തുടങ്ങി. സുശീലാബായി പറഞ്ഞു. രാധ വൈകുന്നേരം ചൂൽ ഉപയോഗിക്കരുത് മോളെ, ഈ സമയത്ത് മഹാലക്ഷ്മി വീട്ടിലേക്ക് വരും, രാധ പറഞ്ഞു. പകൽ സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം തന്നെ ശുചി ആക്കണമല്ലോ, ഇതിൽ എന്ത് വ്യത്യാസം, സുശീലാബായി പറഞ്ഞു. വൈകുന്നേരം ചൂൽ എടുത്താൽ ലക്ഷ്മിയുടെ ആശീർവാദം പുറത്തു പോകും. ആശീർവാദം ശീലങ്ങളോടെ വരും. കുറച്ചായി വീടിന്റെ അന്തരീക്ഷം മാറി. രാവിലെ പൂജ മണിയൊലി, തുളസി മണം. ഇപ്പോൾ നിശബ്ദത. തുളസിക്കരികിൽ മണ്ണ് ഉണങ്ങി. വിളക്ക് കെട്ടുപോയി. സൈഡ് ആധിയോടെ. വീട്ടിൽ അദൃശ്യഭാരം പടർന്ന പോലെ. ബിസിനസ്സിൽ മാറ്റം. ആദ്യം ലാഭങ്ങൾ, ഇപ്പോൾ നഷ്ടങ്ങൾ. ധാന്യത്തിൽ കീടം വീണു. ഉപഭോക്താക്കൾ ദൂരെ ആയി. ഒരു ദിവസം ഗോഡൌണിന് തീ പിടിച്ചു. പാതി ധാന്യം കത്തി. സൈഡിന്റെ മനസ്സിൽ ഭാവന. മഹാലക്ഷ്മി മുഖം തിരിച്ചുപോലെ. വീട്ടിലെത്തി കോപത്തോടെ പറഞ്ഞു. ഇനി സഹിക്കാൻ പറ്റില്ല, ഇതെല്ലാം രാധയുടെ അശ്രദ്ധ കൊണ്ട്. രാധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത് തെറ്റ് സംഭവിച്ചു, ഞാൻ ദിവസവും ജോലി ചെയ്യുന്നല്ലോ. സൈഡ് പറഞ്ഞു. നീ വീടിന്റെ രൂപം മാറ്റി, ശുചിത്വമില്ല, ഭക്തിയില്ല, സ്ത്രീ മര്യാദ മറന്നാൽ ലക്ഷ്മി സഹകരിക്കില്ല, ഇനി ഈ വീട്ടിൽ നിന്ന് പോകൂ രാധ. രാധ സ്തംഭിച്ചു. ഒന്നും പറയാതെ വാതിൽക്കൽ കടന്നു. സാധനങ്ങൾ എടുക്കാതെ പുറപ്പെട്ടു. മനസ്സിൽ സങ്കല്പം. മഹാലക്ഷ്മിയോട് ക്ഷമ ചോദിക്കും. കാട്ടിൽ മാവിന്റെ ചുവട്ടിൽ ഇരുന്നു. കൈകൾ കൂപ്പി പറഞ്ഞു. അമ്മേ, നിന്റെ ദർശനം കിട്ടുന്നവരെ അന്നം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. 3-ാം ദിവസം മഹാലക്ഷ്മി ദർശനം നൽകി. മഹാലക്ഷ്മി പറഞ്ഞു. മോളെ, ഈ 10 തെറ്റുകൾ ചെയ്താൽ ഞാൻ വീട്ടിൽ നിന്ന് ദൂരെ ആകും. 1-ാമത്തെ തെറ്റ്, ചൂലിന് കാൽ തൊട്ടാൽ അത് അപമാനം. 2-ാമത്തെ തെറ്റ്, പാത്രങ്ങൾ ഉള്ളി മുകളിൽ വെച്ചാൽ അശുദ്ധി. 3-ാമത്തെ തെറ്റ്, വാതിൽക്കൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ സ്വാഗതം നശിക്കും. 4-ാമത്തെ തെറ്റ്, വൈകുന്നേരം ചൂൽ എടുത്താൽ എന്നെ പുറത്ത് തള്ളുന്നത് പോലെ. 5-ാമത്തെ തെറ്റ്, വൈകി എഴുന്നേറ്റാൽ മടി, ശക്തി നശിക്കും. 6-ാമത്തെ തെറ്റ്, മുറ്റം ശുചിയില്ലെങ്കിൽ മണ്ണ് എന്നെ ദൂരെ ആക്കും. 7-ാമത്തെ തെറ്റ്, പാത്രങ്ങൾ രാത്രി വെച്ചാൽ ഇരുട്ടിനെ ക്ഷണിക്കും. 8-ാമത്തെ തെറ്റ്, വാതിൽ കാലുകൊണ്ട് തുറന്നാൽ മര്യാദയ്ക്ക് മുറിവ്. 9-ാമത്തെ തെറ്റ്, വഴക്കുകൾ കർക്കശത്വം ശാന്തി ഇല്ലാതാക്കും. 10-ാമത്തെ തെറ്റ്, പൂജ ശുചിത്വത്തെ ചെറുതായി എടുത്താൽ സുഖത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നത് പോലെ. രാധ പശ്ചാത്തപിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞു. മഹാലക്ഷ്മി പറഞ്ഞു. നീ തെറ്റ് സമ്മതിച്ചു, ഇനി വീട് പ്രകാശിക്കും. പോ മോളെ, വീണ്ടും മാമിയുടെ വീട്ടിലേക്ക്. രാധ വീട്ടിലെത്തി. സുശീലാബായി ഓടിവന്ന് സ്വാഗതം ചെയ്തു. അന്ന് മുതൽ വീട്ടിൽ ഉത്സാഹം തിരിച്ചുവന്നു. ബിസിനസ് ശരിയായി. ഗ്രാമം സംസാരം. മഹാലക്ഷ്മി വീണ്ടും സ്ഥിരപ്പെട്ടുവെന്ന്. സുഹൃത്തുക്കളെ ഓർത്തിരിക്കൂ. വീട്ടിൽ മണ്ണ് വെക്കുന്ന സ്ത്രീകൾ വൈകി എഴുന്നേറ്റാൽ, പാത്രങ്ങൾ വെച്ചാൽ, വൈകുന്നേരം ചൂൽ എടുത്താൽ, ശുചിത്വത്തെ ചെറുതായി എടുത്താൽ, അത്തരം വീടുകളിൽ മഹാലക്ഷ്മി വരില്ല, സുഖം ഉണ്ടാകില്ല, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ മാത്രം. മഹാലക്ഷ്മി ശുചിത്വം, നേർമ, ഭക്തിയുള്ള വീടുകളിൽ മാത്രം വസിക്കും. ഈ 10 തെറ്റുകൾ ഉപേക്ഷിക്കൂ, വീട് പവിത്രമാക്കൂ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റിൽ ജയ് മഹാലക്ഷ്മി എന്ന് എഴുതൂ.